പ്രൈസ് ലോർഡ്. എൻ്റെ മക്കളെ, കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരണ ഒരു സമയമാണിതെന്ന് കൂടി എൻ്റെ സഹോദരങ്ങളെ തിരിച്ചറിയണം. എന്താണെന്നറിയാവോ അങ്ങനെ പറയാൻ കാരണം? ഇപ്പം നമ്മൾ കേട്ടവർക്ക് മർക്കോസിൻ്റെ സുവിശേഷമില്ലേ? ആ മർക്കോസിൻ്റെ സുവിശേഷം 6:48 നമ്മൾ വായിച്ചപ്പോൾ അതിൽ വളരെ ഹൃദ്യമായൊരു വരി കൂടിയുണ്ട്. എന്താണെന്നറിയാവോ? രാത്രിയുടെ 4-ാം യാമത്തിൽ അപ്പോസ്തലന്മാർ വഞ്ചി തുഴഞ്ഞ് അവശരായെന്ന് മനസ്സിലായപ്പോൾ അവൻ അവരുടെ അടുക്കിലേക്ക് വന്നുവെന്നാണ്. അപ്പം ദിവ്യകൃപാന അർപ്പിക്കപ്പെടാത്ത അവസ്ഥയാണെങ്കിലും ആത്മാവിൽ കർത്താവ് നിൻ്റെ വീട്ടിലോട്ട് വരും. കാര്യം നമ്മുടെ അവസ്ഥ അറിഞ്ഞുകൊണ്ട്. അതായത് അതാണ് 6:48. അതായത് രാത്രിയുടെ 4-ാം യാമത്തിൽ അവർ വഞ്ചി തുഴഞ്ഞ് അവശരായെന്ന് അവന് മനസ്സിലായി. കാരണം എന്താണ്? കാറ്റ് എതിരെയായിരുന്നെന്ന്. കാറ്റ് എതിരെ, അത് നിസ്സാര കാര്യമല്ല. കാറ്റ് എതിരെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ സംഭവിക്കും. എല്ലാ കാര്യവും നമുക്ക് എതിരായി വരും. പണ്ട് യാക്കോബ് പറഞ്ഞില്ലേ, എല്ലാം എനിക്ക് എതിരാണല്ലോ എന്ന്. അങ്ങനെയല്ലേ അവൻ ഒളിച്ചോടി ഏശാവിലേക്ക് ഒന്ന് പോയത്, എല്ലാം എനിക്കെതിരായി വരണമെന്ന്. അതുപോലെ കാറ്റ് അവർക്ക് എതിരായിരുന്നെന്ന്. കാര്യം എന്താണ്? ബെത്സയിദയിലോട്ടാണ് ഇവർ പോണത്, കിഴക്കോട്ടാണ് പോണത്. പടിഞ്ഞാറുനിന്ന് കിഴക്കോട്ട് പോവുകയാണ്. അപ്പോൾ കിഴക്കുനിന്ന് കാറ്റ് പടിഞ്ഞോട്ടടിക്കുകയാണ്. ഇതിൻ്റെ രസകരമായൊരു വിഷയം എന്ന് പറയണതേ, ഇപ്പോഴേ കിഴക്കുനിന്ന് കാറ്റ് എതിരായി കഴിഞ്ഞാൽ ഇത് കൂടി എതിരാകുമെന്നറിയാവോ? കാറ്റെതിരായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒഴുക്കും എതിരാകും. കാര്യം വാട്ടർ ഫ്ലോ ഇല്ലേ, സർഫസ് വാട്ടറിൻ്റെ ഫ്ലോ, അത് എലോങ് വിത്ത് ദ വിൻഡാണ്. അതായത് സമുദ്രത്തിന് മേൽവെള്ളമില്ലേ, സമുദ്രത്തിന് മേൽവെള്ളം ഒഴുകണത് കാറ്റ് എങ്ങോട്ടൊഴുകുന്നു അതിൻ്റെ കൂടെയാണ് ഒഴുകണത്. ബൈബിളിൽ അതില്ല, പക്ഷെ അത് മനസ്സിലാകും നമുക്ക് പഠിക്കുമ്പോഴേ. അതായത് കാറ്റെതിരാണെങ്കിൽ ഒഴുക്കും എതിരാ. അതുകൊണ്ടാണ് ഈ 8 മണിക്കൂറൊക്കെ എടുക്കണതേ. തന്നെയല്ല, ഇത് നമ്മൾ ഉത്തരാർദ്ധ ഗോളത്തിലാണ് ഈ സംഭവം നടക്കുന്നത്, തെക്ക് വശത്ത് വടക്ക് വശത്ത്. അങ്ങനെ വരുമ്പോഴെന്താ പറയുമ്പോൾ 2 വിഷയമുണ്ട് ഇതിൻ്റെ അകത്ത്. അതായത് കാറ്റും ഒഴുക്കും എതിരാകുകയും ഭൂമി കിഴക്കുന്ന് പടിഞ്ഞോട്ട് കറങ്ങുകയാണ് ചെയ്യണത്, അല്ലേ? ഭൂമി കിഴക്കുന്ന് പടിഞ്ഞോട്ടല്ലേ കറങ്ങണത്. ഒഴുക്കെങ്ങോട്ടാണ് വരണത്? കിഴക്കുന്ന് പടിഞ്ഞോട്ട് വരുന്നത്. ഇത് ഭൂമി പടിഞ്ഞാറുനിന്ന് കിഴക്കോട്ടാണ് കറങ്ങണത്. ഒഴുക്കും കാറ്റും വരണത് കിഴക്കുന്ന് പടിഞ്ഞോട്ട്. എന്താ അതിൻ്റെ നെറ്റ് ഇഫക്റ്റ്? ചുഴികളുണ്ടാകും. നെറ്റിൻ്റെ ഇഫക്റ്റ് എന്താ? ചുഴികളുണ്ടാകും. അപ്പോൾ ഈ വള്ളം വട്ടം കറങ്ങുമെന്ന് ഉറപ്പാണ്. ഇത് വെറുതെ അല്ലേ ഇവർ പരീക്ഷണമായത്? നമ്മുടെ ജീവിതം പോലെ തന്നെ ഇത്. കാര്യം കാറ്റുമെതിരെ, ഒഴുക്കിനുമെതിരെ, പിന്നെ ചുഴികളും. ഈ സമയത്താണ് അവർ തണ്ട് വലിച്ച് പരവശമാകണത്. അതുകൊണ്ടാണ് ഈശോ അടുത്തേക്ക് വരുന്നത്. അപ്പം നിങ്ങൾ ഓർക്കും ഇതെന്താ ഇങ്ങനെ വിശദീകരിക്കണമെന്ന്. ഞാൻ ഇത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് എന്താണെന്ന് അറിയാമോ? ഇപ്പോൾ ഒരു വീട്, ആ വീട്ടിൽ ഒരു ആൺമകൻ അല്ലെങ്കിൽ 3 പെൺമക്കൾ. ഈ 3 പെൺമക്കളെയും കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവനെ കെട്ടാൻ പെണ്ണുണ്ടാകത്തില്ല. കാര്യം എന്താണ്? എത്രയോ വീടുകളിലാണ് ആൺപിള്ളേർക്ക് പെണ്ണ് കിട്ടാതെ വിഷമിച്ച് നിൽക്കുന്നത് ശരിക്കും. കാര്യം ഇവരെല്ലാം പറഞ്ഞു വരണ്ടേ. ഇവരെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ അവരുടെ പ്രസവവും കുഞ്ഞുങ്ങളെ കാര്യങ്ങളെല്ലാം നോക്കി കഴിയുമ്പോൾ കുടുംബം ചൊള്ളായിപ്പോവും, ഒന്നുമില്ല പിന്നെ. അത് കാരണം വേറെ പെണ്ണുങ്ങളാരും കല്യാണം കഴിക്കാൻ തീരുമാനിക്കത്തില്ല. അവിടെ എന്തിനാ വന്നതെന്ന് ചോദിക്കും, എന്തിനാ കെട്ടിയിട്ട് എന്തിനാ കാണിക്കാമെന്ന് ചോദിക്കും. ഇങ്ങനെ വളരെ നിസ്സഹായമായിട്ട് നിൽക്കുന്ന കാറ്റുമെതിരാണ്, ഒഴുക്കുമെതിരാണ്, തണ്ട് വലിച്ച് പരിശീലനം കിടന്ന് അടുക്കടലിൽ കിടന്ന് കളിക്കുന്ന കുടുംബങ്ങൾ എന്തുമാത്രമുണ്ട് മക്കളെ. അവരൊക്കെ കേൾക്കാനാണ് ഞാൻ ഈ പറയണത് കേട്ടോ. അല്ലാതെ കടലിലെ കഥ അല്ല ഇത്, നമ്മുടെ കുടുംബത്തിലെ കഥയാണിത്. അതായത് കാറ്റുമെതിരാകുന്നു, ഒഴുക്കുമെതിരാകുന്നു. സ്വാഭാവികമായിട്ട് ഭൂമി പടിഞ്ഞാറുനിന്ന് കിഴക്കോട്ട് കറങ്ങുന്നു, കാറ്റ് കിഴക്കുനിന്ന് പടിഞ്ഞോട്ട് വരികയും ചുഴിയിൽ പെടുകയും ചെയ്യും. ചുഴികളുണ്ടാകുന്നു. നമ്മുടെ കുടുംബം അതിൽ കിടന്ന് വട്ടം തിരിയണത് പോലെ. ചില ആൾക്കാർ പറഞ്ഞ അച്ഛാ വട്ടം തിരിയണമെന്ന് പറയുന്നത് അതാണ് സാധനം. ഈ വട്ടം തിരിയണ സമയം എന്താണെന്നറിയാവോ? അവർ തണ്ട് വലിച്ച് അവശരാണെന്ന് മനസ്സിലാക്കിയപ്പോഴേ അവൻ കടലിൻ്റെ മീതെ നടന്നായാലും അവിടെ അടുത്തെത്തും. അതാണ് വിശ്വാസം.
എൻ്റെ ദൈവത്തിലെ പ്രായോഗികമായിട്ടും സ്വാഭാവികമായിട്ടും പ്രകൃതിപരമായിട്ടും നീ പെട്ടൊരു ചുഴിപ്പെട്ടിരിക്കണമെങ്കിൽ പോലും നിനക്ക് രക്ഷപ്പെടാൻ മാർഗമുണ്ട്. കാര്യം നിൻ്റെ കർത്താവ് നിൻ്റെ തുഴച്ചിലും അരച്ചിലും അറിഞ്ഞുകൊണ്ട് നിൻ്റെ അടുത്തേക്ക് വരുന്ന, നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് മരിച്ച് ഉയർത്തുന്ന കർത്താവാണ്. അവനെ പ്രതീക്ഷിച്ചുകൊണ്ട്, അവനെ കാത്തുകൊണ്ട്, അവനെ സ്നേഹിച്ചുകൊണ്ട്, അവനെ പ്രത്യാശിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ തരണം ചെയ്യും. ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉദരത്തിൽ വേദനയുള്ള മക്കളെ ഉദരത്തിൽ കൈവെക്കുക. എന്തിനാണെന്നറിയാവോ? അമ്മ മാതാവ് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നുണ്ട്. ഉദരത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നമ്മുടെ ജീവിതം അപ്സെറ്റായി പോകും. ഇപ്പം മൂത്രം പോകാത്ത ആൾക്കാരില്ലേ, മലം പോകാത്തവരുണ്ട്. അവർക്ക് അനുഭവിക്കുന്ന ശ്വാസം മുട്ടലെന്ന് പറയണതേ തീർന്ന അവരുടെ ജീവിതം. വല്ലപാടും ചത്താൽ മതിയെന്ന് വരെ വീട്ടിലും ആശുപത്രിയും കിടന്ന് വേദനിക്കുന്നവരുണ്ട്. അവരെയാണ് ഉദ്ദേശിച്ചാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ മക്കൾ ദയവായിട്ട് ഉദരത്തിൽ കൈവെക്ക്, ഉദരത്തെ വേദനയോടെ കൈവെക്ക്. എന്നിട്ട് പറ, കർത്താവ് ഈ കൈ എൻ്റെ കൈയല്ല നിൻ്റെ കൈയായിട്ടാണ് ഞാൻ വെക്കണമെന്ന് പറ എന്ന് പറഞ്ഞ, കർത്താവേ എന്റെ ഉദരത്തെ അങ്ങ് സ്പർശിക്കണമേ. ഞാൻ വെച്ചിരിക്കുന്ന കൈ എന്റെ കൈയല്ല, വിശ്വാസത്താൽ നിന്റെ കൈയാണ്. കാറ്റിനെ ശാസിച്ച കൈ, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ കൈ, ഉയർപ്പിച്ച കൈ, കർത്താവിന്റെ ഉന്നതമായ നാമത്തിലെ ഉദര രോഗങ്ങളെ യേശുവിന്റെ നാമത്തിലെ ഉദര രോഗങ്ങളെ ഈ നിമിഷം യേശുവിന്റെ നാമത്തിലെ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മടുപ്പുകൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. മടുപ്പുകൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, മരിക്കും രോഗിക്ക് സൗഖ്യമാണ്. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, മരിക്കും രോഗിക്ക് സൗഖ്യമാണ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ എനിക്ക് സാക്ഷ്യം പറയാൻ ലഭിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ഏഞ്ചൽ. ഞാൻ വരുന്നത് സെൻറ്റ് മേരീസ് ഫൊറോന ചർച്ച് കാഞ്ഞൂരിൽ നിന്നാണ്. ഞാൻ 2023 മാർച്ച് 2-ാം തീയതിയാണ് ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് 2023 ഫെബ്രുവരി 8-ാം തീയതി എൻ്റെ പപ്പ പെട്ടെന്ന് മരണപ്പെടുകയുണ്ടായി. അപ്പൻ്റെ വേർപാട് ഞങ്ങളുടെ കുടുംബത്തിന് ഒട്ടും താങ്ങാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു. അപ്പം പോയി 3-ാമത്തെ ദിവസം അമ്മ പെട്ടെന്ന് വയ്യാതെയായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയുന്നത് അമ്മയ്ക്ക് അറ്റാക്ക് വന്നിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഞാൻ മാത്രമേ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനും ആകെ ഷോക്കായിപ്പോയി. അപ്പം പോയി 3-ാമത്തെ ദിവസം അമ്മയ്ക്കും ഇങ്ങനെ വന്നു. ആകെ വിഷമത്തിലായി. അപ്പോൾ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് എനിക്കൊരു പത്രം സ്റ്റെയർ കേസിൽ നിന്ന് കിട്ടിയാണ്, കൃപാസനത്തിലെ പത്രം. ഞാനതെടുത്തു. ഞാൻ അമ്മയുടെ അടുത്ത് കൊണ്ടുപോയി വന്നു. അത് ഓരോ സാക്ഷ്യങ്ങൾ ഞാൻ വായിക്കാനിടയായി. ഞാൻ കൃപാസനത്തെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും അതേപ്പറ്റി ഞാൻ കൂടുതൽ അറിയാനൊന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ അന്ന് ആ പത്രം എൻ്റെ കൈ കിട്ടിയപ്പോൾ ഞാൻ ഓരോ സാക്ഷ്യങ്ങൾ ഇന്ന് വായിച്ചു. എന്നിട്ട് അമ്മയുടെ അടുത്തിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ അമ്മ ഒബ്സർവേഷനിലായിരുന്നു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു അമ്മയ്ക്ക് ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അപ്പോൾ ടെസ്റ്റ് ചെയ്താലേ നമുക്ക് ഇനി അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഒരു ഡേറ്റും തന്നു. ആ ഡേറ്റിൽ വന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്ലോക്ക് ഉണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ പത്രം മാത്രമേ എൻ്റെ കയ്യിലുണ്ടായുള്ളൂ മാതാവിൻ്റെ. അങ്ങനെ അമ്മയ്ക്ക് ആ ടെസ്റ്റ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നപ്പോൾ അമ്മയ്ക്ക് ബ്ലോക്കൊന്നുമില്ല. അമ്മയ്ക്ക് ആ ഒരു സങ്കടത്തിൽ നിന്ന് വന്ന ഒരു ബുദ്ധിമുട്ടായിരുന്നു അമ്മയ്ക്ക് ഉണ്ടായത്. അങ്ങനെയാണ് ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ കൃപാസന അമ്മ പ്രവർത്തിച്ച അത്ഭുതം. ഞാൻ
ഞാൻ ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ B1 ലെവൽ പഠിക്കുന്ന സമയത്തായിരുന്നു അപ്പച്ചന് ഇങ്ങനെ പെട്ടെന്ന് പറ്റിയതും. അപ്പോൾ കുടുംബത്തിലാകെ വിഷമവും കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ ആൻറ്റി വഴിയാണ് ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്ന്, അപ്പം മരിച്ചു 1 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത അന്ന് ദിവസം മുതൽ ഇന്നേ ദിവസം വരെ എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്ത് വിഷമമായാലും എന്ത് പ്രതിസന്ധി ആയാലും അമ്മ മാതാവ് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ B2 കഴിഞ്ഞു. B2 എക്സാമിന് വേണ്ടി ഓരോ ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ സ്പീക്കിങ്ങും റൈറ്റിങ്ങും ആണ് ആദ്യത്തെ എടുത്തത്. സ്പീക്കിങ് റൈറ്റിങ്ങിൽ എനിക്ക് ഭയങ്കര പാടായിരുന്നു. ജർമ്മൻ ഭാഷയാണ്, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് പോലും കിട്ടാത്ത പാടാണത്. അപ്പോൾ എനിക്ക് ഒരു മെറിറ്റും ഇല്ല സ്പീക്കിങ്ങും കിട്ടാൻ വേണ്ടി. അപ്പോൾ എക്സാമിന് പോണ സമയത്ത് ഞാൻ തൈലം എന്നിട്ട് കുരിശ് വരയ്ക്കും, ഉപ്പൊക്കെ കഴിക്കും. പിന്നെ എക്സാം ഹോളിലൊക്കെ ഞാൻ ഉപ്പൊക്കെ വിതറിയിട്ടാണ് എക്സാമിന് ഞാൻ കയറിയത്. സ്പീക്കിങ്ങിന് എനിക്ക് റൈറ്റിംഗ് അത്രയും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. സ്പീക്കിങ്ങിന് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ആകെ വിറച്ചു, എനിക്കൊന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു ഞാൻ പാസ്സാവില്ല. റൈറ്റിംഗ് കിട്ടിയാലും ഞാൻ സ്പീക്കിങ് കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് റൈറ്റിംഗ് കിട്ടിയില്ല, ഞാൻ സ്പീക്കിങ്ങിന് ഞാൻ പാസ്സായി. അത് മാതാവിൻ്റെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല സ്പീക്കിങ് കിട്ടുന്ന. പിന്നീട് ഞാൻ ഉടമ്പടിയിൽ കുറച്ച് വീഴ്ചകളും കാര്യങ്ങളെല്ലാം വരുത്തി. ഞാൻ 3 അറ്റംപ്റ്റ് അങ്ങനെ നടത്തി. ഉടമ്പടി വീഴ്ചകൾ വരുത്തുന്ന സമയത്ത് 3 തവണ ഞാൻ എക്സാം എഴുതി. 3 തവണ ഞാൻ പാസ്സായില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഉടമ്പടിയിൽ വരുത്തിയ വീഴ്ച മൂലമാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചേക്കുന്നത്. പിന്നെ ഞാൻ അത് മനസ്സിലാക്കി, ഞാൻ തിരിച്ചറിഞ്ഞ് ഞാൻ ഉടമ്പടിയിലോട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ന് മുതൽ ഈശോ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നു. അതായത് ഞാൻ ഓരോരോ മൊഡ്യൂൾസായിട്ട് ഞാൻ പാസ്സാവാൻ തുടങ്ങി. ആദ്യം റീഡിങ് കിട്ടി, പിന്നെ ലിസണിങ് കിട്ടി, പിന്നെ എനിക്ക് അങ്ങനെ 2 മൊഡ്യൂൾസും കൂടി ഞാൻ പാസ്സായി. 5 തവണ ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തിട്ടും ഞാൻ റൈറ്റിംഗ് മൊഡ്യൂളിൽ ഞാൻ പാസ്സാവുന്നുണ്ടായിരുന്നില്ല. ഞാൻ കുറേ പഠിച്ചു. ഞാൻ റൈറ്റിങ്ങിന് വേണ്ടി ബാക്കി 3 മൊഡ്യൂൾസിന് പോലും ഞാൻ ഇത്രയും പഠിച്ചിട്ടില്ല, റൈറ്റിങ്ങിന് പഠിച്ചത്രയും. അപ്പോൾ 5ാമത്തെ തവണയും ഞാൻ ഫെയിലായി. 6ാമത്തെ തവണ ഡേറ്റ് എടുത്തു. അപ്പോൾ ഇവിടെ വന്ന് അമ്മ പറഞ്ഞു, അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് ബ്ലെസ്സിങ്സ് വാങ്ങിച്ചിട്ട് എക്സാമിന് പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് ബ്ലെസ്സിങ്സ് വാങ്ങിച്ചു, എക്സാമിന് പോയി. ഞാൻ എക്സാമിന് വേണ്ടി ഞാൻ 6ാമത്തെ തവണ അറ്റംപ്റ്റിന് വേണ്ടി ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ ആകെ ചെയ്ത കാര്യം എന്ന് പറയുന്നത് ബൈബിൾ വായിച്ചു, ബൈബിൾ എഴുതി, അതുപോലെ തന്നെ കൊന്ത ചൊല്ലി. അപ്പോൾ എക്സാമിന് വേണ്ടി പഠിക്കാതിരുന്ന സമയത്ത് അമ്മ ചോദിക്കും, നീ പഠിക്കാത്ത എന്താ, നീ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ എന്താ? എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ ഈ 5 തവണയും ഞാൻ പഠിച്ചിട്ട് ഞാൻ പാസ്സാവുന്നില്ല. 6ാമത്തെ തവണ ഞാൻ എൻ്റെ ഈശോയ്ക്ക് അമ്മ മാതാവിനെ വിട്ടുകൊടുത്തു. അവരുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ, എന്തായാലും ഇത്ര 5 തവണ ഞാൻ പഠിച്ചിട്ട് ഞാൻ പാസ്സായില്ല. 6ാമത്തെ തവണ ഈശോയ്ക്ക് ഞാൻ വിട്ടുകൊടുത്തു. അങ്ങനെ 6ാമത്തെ തവണ ഞാൻ എക്സാം എഴുതാൻ പോയി. എക്സാം ഹോളിലും എല്ലാം ഞാൻ ഉപ്പിട്ടു, തൈലം എൻ്റെ എൻ്റെ നെറ്റിയിലും എൻ്റെ കയ്യിലും കാലിലെല്ലാം ഞാൻ വരച്ചു. എന്നിട്ട് ഞാൻ എക്സാം എഴുതി. റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ റൈറ്റിങ്ങിന് ഞാൻ പാസ്സായി. 75 ആണ് എൻ്റെ മാർക്ക്. എനിക്ക് 35 മാർക്കിൽ നിന്ന് ഈശോ എനിക്ക് 75 ആണ് എനിക്ക് തന്നത്. അതിന് ശേഷം പ്രോസസ്സിംഗ് ആണ്. പ്രോസസ്സിങ് ആദ്യത്തെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഞാൻ ഇൻ്റർവ്യൂ എനിക്ക് ഭയങ്കര പാടായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ആ ഇൻ്റർവ്യൂവിന് പാസ്സായില്ല. 2ാമത് ഇൻ്റർവ്യൂ ഒന്നും ഞാൻ പാസ്സായില്ല. അപ്പോൾ ഞാൻ ഒത്തിരി വിഷമിച്ചു. പിന്നെ എൻ്റെ 6 മാസം ഡിലേ ആയി, പ്രോസസ്സിങ് ഒന്നും നടക്കുന്നില്ല. അപ്പോഴും ഞാൻ എനിക്കറിയാം ദൈവത്തിന് എന്നെപ്പറ്റി ഒരു പദ്ധതി ഉണ്ട്, അത് മാത്രമേ നടക്കുള്ളൂ. ഞാൻ അതിൽ തന്നെ വിശ്വസിച്ചു. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു വചനമാണ് ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 3-ാം വാക്യം. ദർശനം അതിൻ്റെ സമയത്തെ പാത്തിരിക്കുകയാണ്. ആ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു, അതിന് മാറ്റമുണ്ടാകുകയില്ല. അത് വൈകിയാണെങ്കിൽ അതിന് വേണ്ടി കാത്തിരിക്കുക, അത് വരിക തന്നെ ചെയ്യും. ഞാൻ ആ ഒരു വചനത്തിൽ ഞാൻ ഏത് സമയത്താണ് എൻ്റെ ജീവിതത്തിൽ തടസ്സങ്ങൾ വരുന്നത്, പ്രതിസന്ധികൾ വരുന്നത്, ഞാൻ ആ വചനത്തിൽ വിശ്വസിക്കാം. അത് ഈശോ ബൈബിൾ തുറക്കുമ്പോൾ എനിക്ക് ആ വചനം കാണിച്ചു തരും. ഞാൻ അതിൽ വിശ്വസിച്ചു. ഈ പ്രോസസ്സിങ് 6 മാസം ഡിലേ ആയപ്പോൾ എനിക്ക് ആ ഒരു വചനം വരുന്ന എനിക്കൊരു സപ്പോർട്ട് തന്നിരുന്നത്.
പിന്നെ ഞാൻ വേറൊരു ഏജൻസിയിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ സമയം കഴിഞ്ഞു പോയിരുന്നു. കാരണം ആപ്ലിക്കേഷൻസൊക്കെ കൊടുത്ത സമയം കഴിഞ്ഞു പോയി. എന്നാലും പക്ഷെ അവർ പറഞ്ഞു ട്രൈ ചെയ്യാം, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി പിന്നെയും പുതുക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഏജൻസിനെ എന്നെ വിളിച്ചു പറഞ്ഞു എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ നമുക്ക് ഇൻ്റർവ്യൂ പാസ്സാവാതെ ഒരു 80% പിള്ളേർക്കും ജർമ്മനിക്ക് കയറിപ്പോകാൻ പറ്റില്ല. എനിക്കൊരു ഇൻ്റർവ്യൂ പോലും ഇല്ലാതെയാണ് അവരെന്നെ സെലക്ട് ചെയ്തത് ജർമ്മനിയിലോട്ട്. അങ്ങനെ എനിക്ക് അങ്ങനെ കോൺട്രാക്റ്റ് കിട്ടി. അത് കഴിഞ്ഞിട്ട് വിസ അപ്പോയിൻമെൻറ്റിന് കുറച്ച് തടസ്സങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നിനോർത്ത് എനിക്കറിയാം എൻ്റെ ഈശോയ്ക്ക് എന്നെപ്പറ്റി ഒരു നല്ല പദ്ധതി ഉണ്ട്, അത് മാത്രം നടക്കുകയുള്ളൂ. ഞാൻ എൻ്റെ ഈശോയ്ക്ക് അമ്മ മാതാവിന് വിട്ടുകൊടുത്തെന്നെ തന്നെ അമ്മയുടെ ഈശോയുടെ ഇഷ്ടത്തിന് ഉള്ള സമയത്ത് എനിക്ക് മതി എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് നവംബർ 10 വിസയ്ക്കുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടി. ഞാൻ വിസ അപ്പോയിൻമെൻറ്റ് പോയപ്പോൾ എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഞാൻ തൈലം വരച്ചു. ആ ഡോക്യുമെൻറ്റ്സിലെല്ലാം ഉപ്പിട്ടിട്ട് ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഞാൻ സബ്മിറ്റ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ 4 പേരാണ് വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തത്. അപ്പോൾ 1 മാസം വിസ അടിച്ച് കിട്ടാൻ വേണ്ടി 1 മാസം 1.5 മാസം സമയം എടുക്കുമെന്നാണ് ആ ഏജൻസിയിൽ നിന്ന് എല്ലാവരും പറഞ്ഞത്. ഇപ്പോൾ അങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈശോയുടെ അമ്മയുടെ ഇഷ്ടത്തിന് ഇഷ്ടത്തിനുള്ള സമയത്ത് എനിക്ക് തന്നാൽ മതിയെന്ന് ഞാൻ പ്രാർത്ഥിച്ചത്. അങ്ങനെ 1 മാസം വേണ്ട വന്ന സ്ഥാനത്ത് എനിക്കാകെ 15 ദിവസത്തിനുള്ളിൽ എനിക്ക് വിസ അടിച്ച് കിട്ടി. എനിക്ക് ഈ നവംബർ 10 വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തു. നവംബർ 25 ബാംഗ്ലൂരിൽ നിന്ന് എൻ്റെ പാസ്പോർട്ട് ഡിസ്പാച്ചായി. നവംബർ 27 എനിക്ക് വിസ കയ്യിൽ കിട്ടി. നവംബർ 27 അമ്മ പ്രതീക്ഷപ്പെട്ട 2:30-ക്കാണ് ഞാൻ എൻ്റെ പാസ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടി. ഞാൻ തുറന്നു നോക്കിയത്. ഞാൻ ജർമ്മനിക്ക് 3 പോവുകയാണ്. ആ വചനം വിശ്വസിച്ചു. അതുപോലെ തന്നെ എൻ്റെ സമയമായി. അതുകൊണ്ട് ഞാൻ ജർമ്മനിക്ക് ഡിസംബർ 3 ജർമ്മനിക്ക് പോവുകയാണ്. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് പഠിക്കാൻ വേണ്ടി വീട് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പ മരിക്കണേക്കാൾ 1 മാസം മുൻപാണ് ലോൺ എടുത്തത്. അതിനുശേഷമാണ് അപ്പം മരിച്ചത്. അപ്പോൾ ലോൺ അടയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ബാങ്കിൽ നിന്ന് ആൾക്കാരെല്ലാം ബാങ്കിലെ സാറുമാരൊക്കെ പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ ഈ ലോണ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം, ലോൺ ഒന്ന് ക്യാൻസലാകും, അല്ലെങ്കിൽ പകുതി എമൗണ്ട് അടയ്ക്കണമെന്ന് ബാങ്കിലെ സാറുമാരെല്ലാം പറഞ്ഞു. അപ്പോൾ സമയമെടുക്കും, ഒരു 2-3 വർഷം എടുക്കും. ഞങ്ങളെക്കാൾ മുമ്പ് അപ്ലൈ ചെയ്തവർക്ക് ഇതുവരെയും അതൊന്നും ആയിട്ടില്ല. അപ്പോൾ സമയമെടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം ഞാനമ്മയും കൂടി ബാങ്കിൽ പോയപ്പോൾ ഉപ്പിട്ട് ഞാൻ അവിടെ പ്രാർത്ഥിച്ചു, മാതാവേ ഇത് പെട്ടെന്നൊന്ന് എന്തെങ്കിലും ഒന്ന് ആക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം പോസ്റ്റ്മാൻ ഇങ്ങനെ വീട്ടിൽ വന്ന് ഒരു പേപ്പർ തരുകയാണ് ഞങ്ങൾക്ക്. അതിനകത്തൊരു ആ പേപ്പറിൽ ഇങ്ങനെ ഞങ്ങളുടെ ലോൺ ഫുള്ളും ക്യാൻസലായി, ഞങ്ങളിനി ഒരു എമൗണ്ട് അടയ്ക്കണ്ട. അതാണ് രണ്ടാമത്തെ സാക്ഷ്യം. ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. പറഞ്ഞ തീരാത്ത ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് അമ്മ മാതാവ്. എൻ്റെ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞത് ഞാൻ ഒട്ടും പ്രാർത്ഥിക്കാത്ത ആളായിരുന്നു. ഞാൻ എൻ്റെ കാര്യം കാണാൻ വേണ്ടി ദൈവത്തിനെ വിളിക്കുന്ന ആളായിരുന്നു. എൻ്റെ എക്സാം വരുമ്പോഴും അങ്ങനെയുള്ള സമയത്ത് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ. പക്ഷേ ഈ ഉടമ്പടി എടുത്തേ പിന്നെ ഞാൻ തന്നെ എനിക്ക് വന്ന ചേഞ്ചുകൾ എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പള്ളിയിൽ പോകാനൊക്കെ അമ്മ കിടന്ന് കുറേ നിർബന്ധിക്കും. എന്നാൽ പോലും എനിക്ക് മടിയാണ് പള്ളിയിൽ പോയാലും പകുതി മനസ്സോടെ ഞാൻ അവിടെ ഇരിക്കുന്നത്. പക്ഷെ ഉടമ്പടി എടുത്തേ പിന്നെ എനിക്കറിയില്ല, ഞാൻ എവിടെയെങ്കിലുമൊക്കെ കുർബാനയ്ക്ക് ഇപ്പോൾ രാവിലെ പോകാൻ പറ്റിയില്ലെങ്കിൽ വൈകിട്ട് ഞാൻ എവിടെയെങ്കിലുമൊക്കെ അന്വേഷിച്ച് കുർബാനയ്ക്ക് പോവും. ജപമാലയൊക്കെ ചൊല്ലാൻ എനിക്ക് ആദ്യം ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എനിക്ക് ഭയങ്കര മടിയായിരുന്നു കുടുംബ പ്രാർത്ഥനയിലെല്ലാം പങ്കെടുക്കാൻ വേണ്ടി. പക്ഷെ ഉടമ്പടി എടുത്ത പിന്നെ എനിക്ക് ജപമാല ചൊല്ലാനും ബൈബിൾ വായിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെയാണ് എൻ്റെ ആത്മീയമായിട്ടുള്ള ജീവിതത്തിലെ വളർച്ച. പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത്, അമ്മ എനിക്ക് പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി തരും. ഞാനത് റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് അവിടെ എല്ലാം കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ ഇങ്ങനെ വയസ്സായ ആൾക്കാർ, വൃദ്ധന്മാരൊക്കെ എന്നെ അനുഗ്രഹിക്കാറുണ്ട്, മോളെ എന്നെ ബ്ലെസ് ചെയ്യാറുണ്ട്. അതൊക്കെ ആ ഒരു ബ്ലെസ്സിങ്ങൊക്കെ വാങ്ങിച്ചിട്ടാണ് എക്സാമൊക്കെ എഴുതാൻ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ജർമ്മൻ ഭാഷയെല്ലാം മറ്റുള്ള പിള്ളേർക്ക് പറഞ്ഞൊക്കെ കൊടുക്കാറുണ്ട്. അതൊക്കെയാണ് ഞാൻ
കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പിന്നെ പത്രമെല്ലാം വാങ്ങിച്ച് ബസ് സ്റ്റാൻഡ്, വീടുകൾ, അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഞാൻ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. ഇതാണ് കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇത്രയും അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും ദിവ്യകുമാരനും കോടാനുകോടി നന്ദി. ആദ്യമായി കൃപാസനം മാതാവിനും ഈശോപ്പയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് കവിത. ഞാൻ വരുന്നത് വൈപ്പിൻ നായരമ്പലത്തിൽ നിന്നാണ്. ഞാനൊരു അധ്യാപികയാണ്. എൻ്റെ ജോലി എന്നുള്ളത് ഒരു എയ്ഡഡ് സ്കൂളിലാണ്. എനിക്ക് ആ ജോലി ലഭിച്ചത് തന്നെ ഈ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. കാരണം ഇൻ്റർവ്യൂ വളരെ നല്ല രീതിയിൽ കഴിഞ്ഞെങ്കിലും അതുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായിട്ട് കുറേ പൈസകൾ കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അതിന് സാമ്പത്തികമായിട്ട് ഞങ്ങളുടെ കയ്യിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ജോലി എന്നുള്ളത് വളരെ അത്യാവശ്യമായതുകൊണ്ട് തന്നെ പൈസയുടെ ഒരു ഇത് വെച്ചിട്ട് വേണ്ടാന്ന് വെക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അമ്മയുടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെ ഞാൻ വിചാരിക്കാത്ത ആളാണ് എൻ്റെ അമ്മയുടെ അനിയത്തി സ്വർണം തന്ന് എന്നെ സഹായിച്ചു. ആ പൈസ കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നത്. ഞാനൊരു മ്യൂസിക് ടീച്ചറാണ്. അപ്പോൾ ജോലിയിൽ എനിക്ക് ഏറ്റവും വന്ന ഒരു വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് തന്നെ, ഞാൻ ആദ്യമായിട്ടാണ് കുട്ടികളെ ഞാനൊരു എയ്ഡഡ് സ്കൂളിൽ പഠിപ്പിക്കുന്നത്. അതുവരെ ഞാനൊരു പ്രൈവറ്റ് സ്കൂളുകളിലായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഈ കലോത്സവവും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും വല്ലാത്ത രീതിയിലുള്ള ഒരു മാനസിക സംഘർഷമായിരുന്നു. കാരണം അന്ന് വരെ വൈപ്പിനിലെ ഏറ്റവും നല്ലൊരു സ്കൂളിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അതുവരെ ഏറ്റവും കൂടുതൽ സമ്മാനങ്ങളും ഏറ്റവും കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിച്ച് വിജയിക്കാനുമൊക്കെ പറ്റിയ ഒരു സ്കൂളായിരുന്നു അത്. എനിക്ക് മുമ്പുണ്ടായിരുന്ന ഒരു അധ്യാപിക സിസ്റ്ററായിരുന്നു. സിസ്റ്ററിൻ്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് കുട്ടികൾക്ക് നല്ല രീതിയിൽ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് വളരെ നല്ല രീതിയിൽ അവർ മത്സരത്തിന് സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കൂളാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിലോട്ടാണ് ഞാൻ ചെന്നത്. എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും വന്ന ആ ഒരു പ്രഷർ, ഞാനൊരു സാധാരണ ഒരു ഇതിൽ വളരെ ടെൻഷൻ എടുക്കുന്ന ഒരു ആളാണ്. എങ്ങനെയാണ് എൻ്റെ ആ മക്കളെ ഞാൻ ട്രെയിൻ ചെയ്ത് എടുപ്പിച്ച് ആ കലോത്സവത്തിൽ പങ്കെടുപ്പിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. കാരണം ഞാൻ ആ സ്കൂളിൽ ചെന്നതിന് ശേഷം ഒത്തിരി ടെൻഷൻ കൊണ്ട് വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പിള്ളേരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനും എടുക്കാനൊക്കെ. അതിൽ 3 ഐറ്റം ഞാൻ കൊണ്ടുപോയി. ആ 3ാമത്തെ ഐറ്റം ഏറ്റവും പുതിയതായിട്ട് ഇതുവരെ ആ സ്കൂളിൽ കൊണ്ടുപോകാത്തൊരു ഐറ്റം ആയിരുന്നു. ആ ഐറ്റത്തിൽ ഞാൻ ഒത്തിരി പ്രഷർ എടുത്ത് പിള്ളേരെ ആണെങ്കിലും ഭയങ്കരമായിട്ട് ട്രെയിനൊക്കെ ചെയ്യിപ്പിച്ച് കൊണ്ടുപോയി. പക്ഷേ ആദ്യമായിട്ട് കൊണ്ടുപോയി ആ 3 ഐറ്റത്തിനും എനിക്ക് സബ് ജില്ലയിൽ 1ാം സ്ഥാനം ലഭിച്ചു എൻ്റെ മക്കൾക്ക്. അതിൽ UP വിഭാഗം കുട്ടികൾ 23 ടീമുകളായിരുന്നു ആ ഒരു ഇതിലുണ്ടായിരുന്നത്. എൻ്റേതായ ഒരു കഴിവോ എൻ്റെ മക്കളുടേതായ ഒരു കഴിവോ കണ്ടല്ല, എൻ്റെ അമ്മയുടെ ഈ ഒരു പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ആ 22 സ്കൂളുകളിൽ പങ്കെടുത്തതിൽ 1ാമത്തെ സ്ഥാനം എൻ്റെ കുട്ടികൾക്ക് ലഭിച്ചതിൽ ഞാൻ എൻ്റെ അമ്മയോട് ഒത്തിരി നന്ദി പറയുകയാണ്. പിന്നെ ഈ സ്കൂളിൽ ജോലിന് ശേഷം അധ്യാപകർക്ക് ഒരു കൂൾ എക്സാം എന്നുള്ളൊരു എക്സാം ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് അതൊരു സ്കിൽ എക്സാമാണ്. അത് എന്നെക്കൊണ്ട് ചെയ്യാൻ സാധ്യമല്ല. കാരണം ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരിത്. ഞാനാണെങ്കിൽ മ്യൂസിക് എന്നുള്ള ഒരു ഇത് മാത്രം പഠിച്ച ഒരാൾ. അതിൽ അസൈൻമെൻറ്റും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സാമും ഉണ്ടായിരുന്നു. ഈ അസൈൻമെൻറ്റ് എടുത്ത സമയത്ത് അത് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അരമണിക്കൂറൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ 3 മണിക്കൂറൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ഈ പ്രാക്ടിക്കൽ എക്സാം എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ടെൻഷനാണ്. എനിക്ക് ആ ലാപ്ടോപ്പൊക്കെ കൈകൊണ്ട് പിടിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു പേടിയാണ്. കാരണം ജയിക്കുമോ എന്നുള്ളത്. കാരണം അത് ജയിച്ചാൽ മാത്രമേ എൻ്റെ പ്രൊഫഷൻ ഡിക്ലെയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ജയിക്കാതെ വേറെ മാർഗവുമില്ല. പഠിച്ചിട്ടാണെങ്കിൽ ഒന്നും കിട്ടാത്തൊരവസ്ഥ. ഞാൻ എങ്ങനെയൊക്കെയോ അസൈൻമെൻറ്റ് ഞാൻ ചെയ്തു, വീട്ടിലിരുന്ന് കുറേ ചെയ്തു. അന്ന് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം 9-ാം തീയതി സെപ്റ്റംബർ 9-ാം തീയതിയാണ് ഞാനിവിടെ അമ്മയടുത്ത് വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കുമ്പോഴല്ലേ എൻ്റെ ഏറ്റവും വലിയ ആവശ്യം എന്ന് വെച്ചാൽ ദൈവമേ ഞാൻ ആ എക്സാമിന് ജയിക്കണേ. കാരണം ഇത്രയും പൈസയൊക്കെ മുടക്കി ഞാൻ ആ ജോലി സമ്പാദിച്ചിട്ട് എൻ്റെ ഒരു കഴിവുകേട് കൊണ്ട് അത് പോകുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റാത്തൊരു താങ്ങാൻ പറ്റാത്തൊരു ഇതായിരുന്നു. അതിനുശേഷം ഞാൻ ആ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ ഇവിടെ വന്നതിന് ശേഷം പിന്നെ ആദ്യമായിട്ടാണ് അന്ന് ഉടമ്പടി എടുക്കാൻ വന്നത്. ഇതിക്ക് മുമ്പ് ഒരു വട്ടം വന്നിട്ടുണ്ട്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. അന്നൊന്നും എനിക്ക് എന്താണ് കൃപാസനമെന്നോ അവിടുത്തെ അമ്മയുടെ ഒന്നും എനിക്കറിയില്ല.
ഈ ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ദൈവത്തിലോട്ട് അടുത്തതെന്ന് വേണമെങ്കിൽ പറയാം. ഓരോ ദിവസവും സ്കൂളിൽ ചെല്ലുമ്പോൾ എങ്ങനെയാണെന്നുള്ള ആ ഒരു ഇതിൽ അമ്മയെ പ്രാർത്ഥിച്ചാണ് ഓരോ ദിവസവും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ ഈ അസൈൻമെൻറ്റ് ചെയ്ത് ഇവിടെ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് ഞാൻ എൻ്റെ അത്ര നേരം എനിക്ക് ഫോണൊന്നും എടുക്കാൻ സാധിച്ചിരുന്നില്ല. ഫോൺ എടുത്ത് നോക്കുമ്പോഴത്തേക്കും എൻ്റെ അസൈൻമെൻറ്റിൻ്റെ മാർക്ക് കൊണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം 96% മാർക്ക് എന്നെ സംബന്ധിച്ച് അതൊരിക്കലും എൻ്റെ കഴിവുകൊണ്ട് കിട്ടുന്ന ഒരു കാര്യമല്ല. ആ ഒരു അസൈൻമെൻറ്റിന് ശേഷം പിന്നീട് അതിൻ്റെ എക്സാം നടന്നു. എക്സാമിനാണെങ്കിലും ഈ പറഞ്ഞ പോലെ 3 മണിക്കൂറൊക്കെ എടുത്ത് ഒരു അസൈൻമെൻറ്റ് ഒരു മൊഡ്യൂൾ ചെയ്യണം. ഞാൻ 6 മൊഡ്യൂള് 2 മണിക്കൂർ കൊണ്ട് തീർക്കണം. ഞാൻ ആ എക്സാമിന് കയറിയിരുന്നതിന് ശേഷം എനിക്കറിയില്ല ഞാനത് എങ്ങനെയാണ് ചെയ്തതെന്ന്. മൗസൊക്കെ പിടിക്കുമ്പോൾ സ്ക്രോളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പേടിയുണ്ട്, എപ്പോഴും എൻ്റെ കൈവിറക്കുക. പേടിയുണ്ട് അതൊക്കെ തെറ്റിപ്പോവുക. ടൈപ്പ് ചെയ്യുമ്പോൾ സ്പെല്ലിങ് വരെ തെറ്റിപ്പോണ ആ അവസ്ഥയിൽ അമ്മയല്ലാതെ വേറെ ഒരാളും എന്നെ സഹായിച്ചിട്ടില്ല. കാരണം ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ 6 കാര്യങ്ങൾ നമ്മൾ വെക്കുമെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അമ്മ എന്നെ ഈ എക്സാമിന് ജയിപ്പിക്കണേ, എൻ്റെ ഈ പരീക്ഷയിൽ എന്നെ ജയിപ്പിക്കണേ എന്നാണ്. അത് അമ്മ വളരെ എൻ്റെ ആ ഒരു പ്രാർത്ഥനയുടെ എന്തൊക്കെയോ കൊണ്ട് എല്ലാവരുടെയും ഇതുകൊണ്ട് അത് സാധിച്ചു. ഇതാണ് എനിക്ക് വരാൻ പറ്റുന്ന ഒന്നാമത്തെ അനുഭവം. രണ്ടാമത്തെ ഞാൻ ആദ്യം പറഞ്ഞു, കുട്ടികളെ ആ കലോത്സവത്തിൽ പങ്കെടുത്തത് ആദ്യമായിട്ടാണ്. 17 വർഷത്തോളം ഞാൻ പല സ്കൂളുകൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഞാനൊരു എയ്ഡഡ് സ്കൂളിൽ സ്ഥിരമായിട്ട് നിന്ന് പഠിപ്പിച്ച് എൻ്റെ മക്കളെയും കൊണ്ട് പോകുന്നത്. ഇതുവരെ ഞാൻ കുട്ടികളെ കൊണ്ടുപോയിട്ട് എനിക്ക് ഒരു ഗ്രേഡ് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒരു 1-ാം സ്ഥാനം എന്നുള്ളത് കിട്ടിയിട്ടില്ല. അത് കിട്ടിയത് ആ 3 ഐറ്റത്തിന്, ഞാൻ കൊണ്ടുപോയ ആ 3 ഐറ്റത്തിനും ആ ഒരു 1-ാം സ്ഥാനം കിട്ടിയത് എൻ്റെ അമ്മയുടെ ആ ഒരു ശക്തി കൊണ്ട് മാത്രമാണ്. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാനിപ്പോൾ ചെയ്തു വന്നത് വലുതായിട്ടൊന്നും എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാരണം ഞാൻ ചെയ്യുന്ന ഇതിൽ എൻ്റെ ജോലി സാലറിയൊക്കെ ഒന്നും ഇല്ലാതെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതെപ്പോൾ പാസ്സാവുമെന്ന് പോലും എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടൊന്നും എനിക്ക് ഒരു വരുമാനമില്ലാത്ത ആളാണ്. എങ്കിലും എന്നാൽ കഴിയാവുന്ന രീതിയിൽ രോഗികൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങളാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ പ്രേക്ഷിത പ്രവൃത്തികളെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തിട്ട് എനിക്ക് കിട്ടിയ ഒരു കെട്ട് പേപ്പർ അത് ഞാൻ കൊടുത്തത് എൻ്റെ സ്കൂളിലുള്ള അധ്യാപകർക്ക് തന്നെയാണ്. പിന്നെ അടുത്തുള്ളവർക്കും എൻ്റെ അമ്മയ്ക്കുമാണ് കൊടുത്തത്. പക്ഷേ പിന്നീട് കൂടുതൽ അച്ഛൻ്റെ പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ കേട്ട് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്. അത് വേണ്ടപ്പെട്ട ഏറ്റവും കിട്ടേണ്ട ആൾക്കാർക്കാണ് അത് കിട്ടേണ്ടതെന്നുള്ളത്. സ്കൂളിലെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും വിശ്വാസത്തിലുള്ള ആൾക്കാരാണ്. പലരും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ആളുകളൊക്കെ കാണും. അപ്പോൾ കൊടുക്കുമ്പോഴൊക്കെ അവർ പറയും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എപ്പോഴും ഞാൻ പറയും അത് സാരമില്ല, ഇത് ഒരെണ്ണം കൂടി വെച്ചോളൂ എന്നുള്ളത്. പക്ഷെ പിന്നീട് ഞാൻ അച്ഛൻ്റെ കുറേ സ്പീച്ചിൽ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചെയ്യരുത് എന്നുള്ളത്. ഇപ്പോൾ ഞാൻ അതിനും കൂടി വേണ്ടിയിട്ട് 2 കെട്ട് പത്രങ്ങൾ ഞാൻ വാങ്ങി. അത് ഞാൻ ഓരോ വീടുകളിലും കൊണ്ടു കൊടുക്കാനായിട്ട് എൻ്റെ അമ്മ കൃപ വഴി എനിക്ക് സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ എൻ്റെ മാതാവിനും ഈശോപ്പയ്ക്കും നന്ദി പറയുന്നു.